മികച്ച നടി നസ്രിയ ശശി. ശശി ശശിയല്ല പിന്നെ നോക്കുവായിരുന്നു. മികച്ച നടി നസറുദ്ദീൻ ഷാ. നസറുദ്ദീൻ ഷായോ? അതൊരു ഹിന്ദി നടനല്ലേ? നസറുദ്ദീൻ ഷായും നാദിർ ഷായും ഒന്നും അല്ല. നസ്രിയ നസീം. അങ്ങനെ പറഞ്ഞു, അങ്ങനെയും പറയാം. ചിത്രം ഓമന ശാന്തി ഓശാന ബാംഗ്ലൂർ ഡിസ്കോ. എന്റെ സാറേ, ഓം ശാന്തി ഓശാന ബാംഗ്ലൂർ ഡേയ്സ്. അങ്ങനെ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറഞ്ഞു. മികച്ച ഗായിക ശ്രേയ ഘോഷയാത്ര. എങ്ങോട്ട് ഈ ഘോഷയാത്ര എങ്ങോട്ടാന്ന്? ഗായി എന്റെ സാറേ, മികച്ച ഗായിക ശ്രേയ ഘോഷാൽ. അങ്ങനെയും പറയാം. പറഞ്ഞോ. നിങ്ങൾക്ക് സർക്കാരുകൾക്ക് എന്ത് വേണേലും പറയാലോ. ഞങ്ങൾ പറയുന്നതാണ് കുഴപ്പം. എന്റെ സാറേ, ഞങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് മറുപടി പറയാൻ പറ്റാത്തതുകൊണ്ടല്ല, സാറിന്റെ ഈ ഇളിക്കകത്ത് എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പറയണ്ട. ഓ, ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമില്ല. നോക്കി വായിക്കാം. കൊഞ്ഞനം കുത്തിയല്ല, കണ്ണാടി വെച്ച് നോക്കിയതാ. മികച്ച ശാസ്ത്രീയ സംഗീതം. സംഗീത സംവിധാനം എന്നാ? ആയിക്കോട്ടെ, അങ്ങനെ പറഞ്ഞു. മിൽമ പാൽ. ബിജിപാൽ. പറഞ്ഞു, അങ്ങനെ ബിജിപാൽ. മികച്ച പശ്ചാത്തല സംഗീതം രമേശ് പിഷാരടി. രമേശ് നാരായണൻ. അങ്ങനെയും പറയാം. പറഞ്ഞു. അവാർഡെല്ലാം എടുത്തോണ്ട് വാ, കൊടുക്കാൻ ഞാൻ. അതൊക്കെ എടുത്തോണ്ട് വരാം. പക്ഷെ അതിനു മുമ്പ് സാറിന് ഞങ്ങളൊരു അവാർഡ് അങ്ങോട്ട് തരാൻ പോവാ. എനിക്കോ? പോയി എടുത്തു. ആ അവാർഡ് എടുത്തു. എനിക്ക് ഏത് അവാർഡാ? മികച്ച ഹാസ്യ നടനുള്ള അവാർഡ്. അത് കഴിഞ്ഞ വർഷമേ ഞങ്ങൾ നിർത്തിയല്ലോ. ഞങ്ങൾ ഈ വർഷം തുടങ്ങി. അങ്ങോട്ട് പിടിച്ചാട്ടെ, ചൂടോടെ അങ്ങ് പിടിച്ചാട്ടെ. സാറാണ് ഈ വർഷത്തെ ഏറ്റവും മികച്ച ഹാസ്യ നടൻ. എങ്ങനെ? ഇത്രയും വലിയ സദസ്സിന് മുമ്പ് ഇരുന്നുകൊണ്ട് ഇത്രയും വലിയ വിഡ്ഢിത്തരം പറഞ്ഞാൽ പിന്നെ ആരാ അവാർഡ് തരാത്തെ?